ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നമ്മൾ പതിവ് പോലെ 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. നിങ്ങൾ 10th പ്രിലിംസ് ആണെങ്കിലും 10th മെയിൻസ് ആണെങ്കിലും ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസ് ഏത് എക്സാം എഴുതുന്നവരാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് വന്നിട്ടുള്ളവർക്കറിയാം എത്ര പെട്ടെന്നാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒരു പേപ്പറും പെന്നും എടുത്ത് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ആൻസർ മാച്ച് ചെയ്ത് നോക്കി ലാസ്റ്റ് ആകുമ്പോൾ എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കഴിയുമെങ്കിൽ അതിൻ്റെ മാർക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അടുത്ത ദിവസത്തെ എക്സാം ഇതുപോലെ എഴുതുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം ഇമ്പ്രൂവ് ആകുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും മാത്സുമാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇംഗ്ലീഷും മലയാളമാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് മലയാളത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? അധ്യാപകർ, നിങ്ങൾ, മാരാർ, ശാസ്ത്രികൾ. ഏതാണ് അല്ലാത്തത്? അധ്യാപകർ. നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? നീ പ്ലസ് കൽ. അതിഥിയെ സ്വീകരിക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ വരുന്നത് ആതിഥേയൻ എന്നാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആതിഥേയൻ്റെ സ്പെല്ലിംഗ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ശരിയായ പദം കണ്ടെത്തുക. ഖണ്ഡാകാരം. ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഖണ്ഡാകാരം. താഴെ തന്നിരിക്കുന്നതിൽ പുഞ്ച എന്ന പദത്തിൻ്റെ വിപരീത പദം? പുഞ്ച, നഞ്ച. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ പദം അല്ലാത്തതേത്? കീകടി, തപസ്വി, ക്ഷമിത്രി, കാതിനി. ഏതാണ് വരുന്നത്? സ്ത്രീലിംഗ പദം അല്ലാത്തത്. അതായത് പുല്ലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. തപസ്വി. തപസ്വിയുടെ സ്ത്രീലിംഗ പദം എന്താണ്? തപസ്വിനി. ജംഗമം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് കണ്ടെത്തുക. ജംഗമം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ദത്തം. ഘടകപദം ചേർത്തെഴുതുക. നാടകം വാചിക പ്രധാനമാണ്. കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വായിച്ചു നോക്കൂ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നാടകം വാചിക പ്രധാനമായിരിക്കെ കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. നടക്കാൻ പ്രയാസമുള്ള വഴി. ഒറ്റപ്പദം എഴുതുക. നടക്കാൻ പ്രയാസമുള്ള വഴി. ഏതാണ്? ദുർഗപദം. പ്രസ്താവം, പ്രസ്ഥാനം എന്നിവയുടെ അർത്ഥം. പ്രസ്താവം, പ്രസ്ഥാനം എന്നിവയുടെ അർത്ഥം നോക്കിക്കോളൂ. ഇതിൻ്റെ ആൻസർ വരുന്നത് 1, 4 ശരിയാണെന്നാണ്. പറച്ചിൽ യാത്ര, ആരംഭം, പുറപ്പാട്. പ്രസ്താവം പറച്ചിൽ എന്നുള്ള അർത്ഥമുണ്ട്, ആരംഭം എന്നുള്ള അർത്ഥവുമുണ്ട്. പ്രസ്ഥാനം യാത്ര എന്നുള്ള അർത്ഥമുണ്ട്, പുറപ്പാട് എന്നുള്ള അർത്ഥവുമുണ്ട്. അപ്പം നമുക്കിനി ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. യൂസ് ദ റൈറ്റ് ജെറൻ. ഹിസ് ഡാഷ് ഏർലി ഇൻ ദ മോർണിംഗ് ഹെൽപ്ഡ് ഹിം സ്കോർ വെൽ. ഇതേതാണ് വരുന്നത്? ഹിസ് ഡാഷ് ഏർലി ഇൻ ദ മോർണിംഗ്. ഏത് വരും? ഇവിടെ പൊസസീവ് അഡ്ജക്റ്റീവാണ് ഹിസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കൊരു ജെറണ്ട് ഫോമാണ് വരുന്നത്. അതായത് ING ഫോം വരുന്നതിനാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ റൈസിങ്. ഹിസ് റൈസിങ് ഏർലി ഇൻ ദ മോർണിംഗ് ഹെൽപ്ഡ് him score well. Select the phrase from the sentence that contains an infinitive. She went to the store to get some bread. എങ്ങനെയാണ് ഇൻഫിനിറ്റീവ് എടുക്കുന്നത്? ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. 2 പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബാണ് എന്ത്? ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടു ഗെറ്റ്. ഇതിനകത്ത് ഏതാണ്? ടു ഗെറ്റ് എന്നുള്ളതാണ് ഇൻഫിനിറ്റീവ്. Choose the correct form of the auxiliary verb that agrees with this subject. The information provided to you dash row. The information എന്ന് പറയുന്നത് അറിയാമെങ്കിൽ എഴുതി കഴിഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നത്. The information എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണാണ്. അൺകൗണ്ടബിൾ നൗണിന് ശേഷം എന്തേ വരത്തുള്ളൂ? എന്താണ് വരുന്നത്? അൺകൗണ്ടബിൾ നൗണിന് ശേഷം വരുന്നത് സിംഗുലർ ഫോം ഓഫ് ദി വെർബാണ്. അതുകൊണ്ട് വാസ് ആണ് വരുന്നത്. The information provided to you dash row. The information എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണാണ്. അതിനുശേഷം സിംഗുലർ ഫോം ഓഫ് ദി വെർബ് വരത്തുള്ളൂ. അതുകൊണ്ട് വാസ്. I am good dash lawn tennis.
ഗുഡിന് ശേഷം എന്ത് വരുന്നത്? ഗുഡ് ഡാഷ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഗുഡ് അറ്റ് കുക്കിംഗ്, ഗുഡ് അറ്റ് ടെന്നീസ്, അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഗുഡ് അറ്റ്. ചൂസ് ആൻ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസ്സസ് ദ സെൻറ്റൻസ് ഇൻ ട്രാൻസ്ഫോംഡ് വോയിസ്, ആക്റ്റീവ് ഓർ പാസീവ്. ഹീ ഈസ് റൈറ്റിംഗ് ദ ബുക്ക്. അപ്പോൾ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പം ഇവിടെ റൈറ്റിംഗ് എന്ന് വന്നിട്ടുണ്ട്. റൈറ്റിംഗ് എന്ന് പറയുമ്പം ING ഫോം വരുവാണെങ്കിൽ എന്താണേലും പാസീവിൽ എഴുതുമ്പോൾ ബീയിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മാത്രം നോക്കി നമുക്ക് ഈ ആൻസറിലേക്ക് എത്താം. ബീയിങ് ഉണ്ട്, അതുകൊണ്ട് ഇതാണ് ആൻസർ. ദ ബുക്ക് ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് ദ റൈറ്റ് ഫ്രേസൽ വെർബ്. ദ മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് ഡാഷ് ടിൽ ടുമോറോ. ഇവിടെ പോസ്റ്റ്പോൺ എന്നുള്ള മീനിങ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുട്ട് ഓഫ്, പോസ്റ്റ്പോൺഡ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർ. പുട്ട് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ്, അണയ്ക്കുക. റീപ്ലേസ് ദ അണ്ടർലൈൻ ടെക്സ്റ്റ് വിത്ത് കറക്റ്റ് ഇഡിയംസ് ഓർ ഫ്രേസസ് ഗിവൺ ഇൻ ദ ഓപ്ഷൻ. ദ പോലീസ് ഓഫീസർ ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ് ഇൻ ഹിസ് സെർച്ച് ഫോർ ദി സീരിയൽ കില്ലർ. ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ്, അതിന് പകരം യൂസ് ചെയ്യുന്ന ഫ്രേസ് ഏതാണ്? ട്രൈ എവരി പോസിബിൾ വേ. Left no stone unturned. Try every possible way. Choose the correct degree of comparison for the given sentence. Delhi is bad than Mumbai in terms of pollution. അപ്പോൾ ഇവിടെ ദാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് എഴുതേണ്ടത്. അപ്പോൾ എന്താ? ബാഡിൻ്റെ കമ്പാരിറ്റീവ് ഏതാണ്? വേഴ്സ്. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. അപ്പോൾ ഏത് വരും? ഡൽഹി ഈസ് വേഴ്സ് ദാൻ മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ. അടുത്ത ചൂസ് ദ ബെസ്റ്റ് വൺ വേർഡ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി അണ്ടർലൈൻ ഫ്രേസ് ഇൻ ദ സെൻറ്റൻസ്. വി ഹാവ് ബോട്ട് എ ന്യൂ സ്യൂയിങ് മെഷീൻ ദാറ്റ് ക്യാൻ ഈസിലി ബി ക്യാരിഡ് എനിവർ. ഈസി ആയിട്ട് എല്ലായിടത്തും കൊണ്ടു നടക്കാവുന്ന സാധനത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? പോർട്ടബിൾ. പോർട്ടബിൾ, PORTABLE. കാർട്ടിൽ കൊണ്ടു നടക്കാവുന്നത് കാർട്ടബിൾ. പോട്ടിൽ നിന്ന് കുടിക്കുന്ന നടക്കുന്നത് പോർട്ടബിൾ. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് റിലേറ്റബിൾ. ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ് ചൂസ് ദ ഓപ്ഷൻസ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഓപ്പോസിറ്റ് ഇൻ ദ മീനിങ് ടു ദ അണ്ടർലൈൻ വേർഡ്. ഫ്യൂട്ടിലിറ്റിയുടെ ഓപ്പോസിറ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ദ വേൾഡ് മസ്റ്റ് റിയലൈസ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് വാസ്. ഫ്യൂട്ടിലിറ്റിയുടെ ഓപ്പോസിറ്റ് എന്താണ്? യൂസ്ഫുൾനെസ്. ഫ്യൂട്ടിലിറ്റിയുടെ ഓപ്പോസിറ്റ് എന്താണ്? യൂസ്ഫുൾനെസ്. ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് choose the options that is nearest in meaning to the underlined word. The woman's husband tends to vituperate her when he drinks. Vituperate. Vituperate-ൻ്റെ മീനിങ് എന്താണ്? സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. വിറ്റുപറേറ്റ് എന്ന് വെച്ചാൽ വിറ്റും പറക്കി നടക്കുന്നവരെ ആൾക്കാരെന്ത് ചെയ്യും? കുറ്റപ്പെടുത്തും. വിറ്റും പറക്കി നടക്കുന്നവരെ കുറ്റപ്പെടുത്തും. അപ്പോൾ എന്താണ്? അബ്യൂസ്. വിറ്റുപെറേറ്റ്, അബ്യൂസ്. വിറ്റും പറക്കി നടക്കുന്നവരെ കുറ്റപ്പെടുത്തും. വിറ്റുപെറേറ്റ്, അബ്യൂസ്. മറക്കത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. വിറ്റുപെറേറ്റ്, അബ്യൂസ്. വിറ്റും പറക്കി നടക്കുന്നവരെ കുറ്റപ്പെടുത്തും. വിറ്റുപെറേറ്റ്, അബ്യൂസ്. Fill in the blanks with the appropriate words given in the option so that the sentence appears to be in the correct form of tense. The flight dash before we reach the airport. എന്താണ്? will have taken off. Which of the following is correctly spelled? ഏതാണ് വരുന്നത്? trespass. ഏതാ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ്? trespass. 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവാദം കൂടാതെ. ട്രെസ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവാദം കൂടാതെ. ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഹീ ഈസ് നെവർ ലേറ്റ് ഫോർ ദി ക്ലാസ്. ഏതാണ് വരുന്നത്? ഹീ ഈസ് നെവർ ലേറ്റ് ഫോർ ദി ക്ലാസ്. നെവർ എന്ന് പറഞ്ഞ വാക്ക് വന്നിട്ടുണ്ട്. അപ്പം നോട്ട് ടാഗിനകത്ത് ഉണ്ടാവില്ല. പിന്നെന്താ? ഈസ് ഹീയെ വരുത്തുള്ളൂ. സ്കെയർസ്ലി, നെവർ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് വേർഡാണ്. അതുകൊണ്ട് നോട്ട് ടാഗിനകത്ത് വരത്തില്ല. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫെമിനിൻ ഫോം ഓഫ് ഹോയ്സ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. ഹോയ്സിൻ്റെ ഫെമിനിൻ വേർഡ് ഏതാണ്? കോൾട്ട്, ഹോഴ്സസ്, മെയർ, ഷീ, ഹോയ്സ്. ഏതാ വരുന്നത്? മെയർ. ദ ഫാമർ മൂവ്ഡ് ഹിസ് ഡാഷ് ഓഫ് കൗസ് ടു ഹയർ ഗ്രൗണ്ട് ടു അവോയ്ഡ് ദ ഫ്ലഡ്. ഏതാണ് വരുന്നത്? ക്യാറ്റിലിന് മുമ്പിൽ എന്താണ് ചേർക്കുന്നത്? ഹെഡ് ഓഫ് കൗസ്. ഹെഡ് ഓഫ് കൗസ്. പാക്ക് ഓഫ് വോൾഫ്സ്. ഹെഡ് ഓഫ് കൗസ്. ഹെഡ് ഓഫ് കാറ്റിൽസ്. അടുത്തത് ഹീ സെഡ് ഓ ഇറ്റ്സ് എ ബാഡ് വെദർ ഐ കാൺ ഡ്രൈവ്.
ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോർ ദി ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ ഹീ സെഡ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പുറത്തോട്ടുള്ളതെല്ലാം പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പോൾ എന്താ, ഹീ എക്സ്ക്ലൈംഡ് വിത്ത് സോറോ ദാറ്റ് ഇറ്റ് ഈസ് എ ബാഡ് വെതർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈസ് എന്താകും, വാസ് ആകും. ഇറ്റ് വാസ് എ ബാഡ് വെതർ. പിന്നെ തന്നിരിക്കുന്നത് ഐ കാൺ ഡ്രൈവ് എന്നാണ് തന്നിരിക്കുന്നത്. ഐ കാണ്ടാണ് വരുന്നത്, അപ്പോൾ കുഡിൻ്റെ വരും. അപ്പം ഹീ എക്സ്ക്ലൈംഡ് വിത്ത് സോറോ ദാറ്റ് ഇവിടെ ഇത് വരത്തില്ല, ഇത് ആദ്യമേ ക്യാൻസലാവും. ഹീ എക്സ്ക്ലൈംഡ് വിത്ത് സീറോ ദാറ്റ്, ബാക്കി മൂന്നിനും അതുപോലെ തന്നെയാണ് വരുന്നിരിക്കുന്നത്. ഇറ്റ് വാസ് എ ബാഡ് വെതർ, എല്ലാത്തിനും അതുപോലെ തന്നെ വന്നിരിക്കുന്നു. ആൻഡ് ഹീ കാൺ ഡ്രൈവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹീ കുഡിൻ ഡ്രൈവ് ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. ഹീ എക്സ്ക്ലൈംഡ് വിത്ത് സോറോ ദാറ്റ് ഇറ്റ് വാസ് എ ബാഡ് വെതർ ആൻഡ് ഹീ കുഡിൻ ഡ്രൈവ്. Choose the most appropriate word to fill in the blanks. Those tablets are really dash, my headache is much better now. എന്താണ് വരുന്നത്, എഫക്റ്റീവ്. ഇനി അടുത്തത്, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദി ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഔട്ട് ഓഫ് ദി 4 ഓപ്ഷൻസ്. വയാ മീഡിയ എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്നത് മിഡിൽ കോഴ്സ്. വയാ മീഡിയ എന്നാൽ മിഡിൽ കോഴ്സ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ക്യാൻ യു സ്പീക്ക് ദാറ്റ് സ്പാനിഷ്. സ്പാനിഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് സംസാരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആർട്ടിക്കിളൊന്നും വരത്തില്ല, നോ ആർട്ടിക്കിൾ. പക്ഷേ ഒരു സ്പാനിഷിലുള്ള ഒരാളാണ്, ഇത് സ്പാനിഷ് എന്ന് വരും. സ്പാനിഷുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പാനിഷ്, ബ്രിട്ടീഷുകാരൻ എന്ന് പറഞ്ഞാൽ ഇത് ബ്രിട്ടീഷ്. ഒരു ഭാഷയാകുമ്പോൾ അതിന് മുമ്പിൽ ആർട്ടിക്കിളൊന്നും ഉപയോഗിക്കുകയില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യൂ. അതിനകത്ത് കറണ്ട് അഫെയർസും നോട്ട്സും എല്ലാം PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ thank you for watching.